പക്ഷേ സാറ് പറഞ്ഞ ബിസിനസ്സൊന്നും എനിക്കില്ല. നാട്ടിൽ അല്ലറ ചില്ലറ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളാ ഞാൻ. നാട്ടിൽ അല്ലറ ചില്ലറ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളോ? പിന്നെ എന്തിനാ ഇവിടെ വന്ന്? എന്റെ മോളൂടെ ജോലി ചെയ്യുന്നുണ്ട്, പാർവതി. ഞാൻ അവളെ ഒന്ന് കാണാൻ വന്നതാ. പാർവതിയുടെ അച്ഛനായിരുന്നു? എനിക്ക് ആള് മാറിപ്പോയി. ഇരിക്കും, ഞാൻ പോയി പാർവതി വിളിച്ചോണ്ട് വരാം. എത്ര വലിയ ക്രൂരതയാ അയാൾ അവളോട് കാണിക്കുന്നത്. എനിക്കത് കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. അവളെ രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ ജയന്തേച്ചി? ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയുള്ളൂ. ഈ വിവരം കൈലാഷ് സാറിനെ അറിയിക്കാം. കൈലാഷ് സാറ് പറഞ്ഞാൽ മാത്രല്ലേ കരുനാഗ അനുസരിക്കുള്ളൂ. അവളോട് ടോയ്ലറ്റുകൾ കഴുകാൻ ആവശ്യപ്പെട്ടത് കരുണാകരൻ സാർ അല്ലല്ലോ, മുക്ത മേഡം അല്ലേ? കരുണാകരൻ സാറിനെ വിരട്ടുന്ന പോലെ കൈലാഷ് സാറിന് മുക്ത മേഡത്തിനെ വിരട്ടാൻ പറ്റില്ലല്ലോ. ഇത് മുക്ത മേഡത്തിന്റെ മാത്രം ഐഡിയ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടുപേരും കൂടി ഒത്തു കളിക്കുന്നതാ. കൈലാഷ് സാറിന്റെ ഫോൺ നമ്പർ ജയന്തിയുടെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് വിളിച്ചു പറയേ. കൈലാഷ് സാറിനെ വിളിച്ചറിയിക്കുന്നതിൽ എനിക്ക് അഭിപ്രായമൊന്നുമില്ല. ഞാൻ പറയുന്ന കേട്ട് നിങ്ങളാരും എന്റെ തലയിൽ കയറരുത്. ഇത് പാറു എരന്ന് വാങ്ങിയ ശിക്ഷയല്ലേ? അവള് മനഃപൂർവ്വം ഷർട്ട് കത്തിച്ചെന്നാണോ നിശേഷി പറഞ്ഞു വരുന്നത്? ഷർട്ട് കത്തിപ്പോയതൊന്നും അല്ല പ്രശ്നം. അവളെ തല്ലാൻ അയാൾക്കൊരു വടി കിട്ടി. പാറുവിനെ ഉപദ്രവിക്കാൻ കിട്ടിയ ഏതെങ്കിലും ഒരു അവസരം കരുണാകരൻ സാർ വെറുതെ കളഞ്ഞിട്ടുണ്ടോ? എന്താ കാരണം? അവളുടെ അഹങ്കാരം തന്നെ. അയാളുടെ കാല് പിടിച്ച് മാപ്പ് പറയാൻ ജയന്തി അവളോട് പറഞ്ഞതല്ലേ? അവള് കേട്ടോ? അന്ന് അവള് മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ അയാളുടെ വൈരാഗ്യം അന്ന് അവിടെ അവസാനിക്കുമായിരുന്നു. അയാളോട് മാപ്പ് പറയാൻ ഞാൻ അവളെ നിർബന്ധിച്ചിട്ടുണ്ട്, അത് സത്യം തന്നെയാ. പക്ഷെ തെറ്റ് ചെയ്തതാരാ? അവളോ അയാളോ? അതും കൂടി നമ്മൾ ആലോചിക്കണം.